ഏവർക്കും നമസ്കാരം. സമാദരണീയരെ, പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ക്ഷമാപണത്തോടെയാണ് ഇന്ന് നിങ്ങളെ ഏവരെയും അഭിസംബോധന ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ULCCSൻ്റെ ഈ ചരിത്ര സംഗമത്തിൽ വന്ന് സംബന്ധിക്കാമെന്നുള്ളത് ഞാൻ ഏറ്റിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതും പിന്നീട് ഇതിന് ശേഷം കോഴിക്കോട് മറ്റ് ചില പരിപാടികൾ കൂടി അതിൽ പങ്കെടുക്കാമെന്നുള്ളത് ഏറ്റിരുന്നതുമാണ്. പക്ഷേ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന CPIMൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റസൽ സഖാവിൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ യാത്ര റദ്ദ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെ നിൽക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നേരിട്ട് അവിടെ എത്താൻ കഴിയാതെ പോയത്. അതിൽ ക്ഷമ ചോദിക്കുന്നു. നവനിർമ്മിതിയുടെ, പ്രതിഭയുടെ, സമർപ്പണത്തിൻ്റെ മറുപേരായി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ULCCS മാറിക്കഴിഞ്ഞു. സമയബന്ധിതമായി, ഏറ്റവും മികവോടെ, അതും വ്യവസ്ഥാപിത നിർമ്മാണ രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, ജനസൗഹൃദമായി, കലാവൈഭവത്തോടെ, അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന നിർമ്മിതികളിലൂടെ ആഗോളതലത്തിൽ തന്നെ ഈ രീതിയിൽ പ്രവർത്തനങ്ങൾ സാധ്യമാണ് എന്നുള്ളത് കൂടിയാണ് ULCCS ഈ കാലഘട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 100 വർഷം പൂർത്തിയാക്കിയ ULCCSന് ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അതിൻ്റെ ഏതാണ്ട് സമാപനത്തിലേക്ക് ഘട്ടത്തിൽ നമ്മൾ അടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വനിതകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ സെമിനാറും ചർച്ചകളുമാണ് ഈ സർഗാലയത്തിൽ നടക്കുന്നത്. സൃഷ്ടി, സ്വാതന്ത്ര്യം, പ്രതിസന്ധികളും അവസരങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷരതയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ സാമൂഹിക മുന്നേറ്റം സാധ്യമാക്കുന്നതിന് ശക്തമായി അടിത്തറ ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. ആദ്യത്തെ സർക്കാർ, കേരളം സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ സർക്കാർ, യശശരീരനായ സഖാവ് EMSൻ്റെ കാലഘട്ടത്തിൽ കേരള നിയമസഭ പാസ്സാക്കിയ വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള നിയമങ്ങൾ, പിന്നീട് ഇങ്ങോട്ട് കേരള നിയമസഭ ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമങ്ങൾ, ഇതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കുമൊക്കെ അടിത്തറയിട്ടു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ സമൂഹം സവിശേഷമായിട്ടുള്ള പ്രാധാന്യം നൽകി. ആദ്യ നിയമസഭ തന്നെ, ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ നിയമസഭ സാർവത്രിക വിദ്യാഭ്യാസ നിയമം പാസ്സാക്കിയതിലൂടെ പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനത്തിൻ്റെ നിർമ്മിതിയുടെ അടിത്തറ കൂടിയാണ് ഇട്ടത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇന്ന് 2025 നമ്മൾ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ, സ്ത്രീകളുടെ സാമൂഹ്യ പുരോഗതിയിൽ, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ലോകത്ത് തന്നെ നാം ഒന്നാം നിരയിലാണ്. അതുകൊണ്ടാണ് ഈ അടിത്തറയിലാണ് കേരളത്തിന് മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങൾ ഉണ്ടായതെന്നുള്ളത് കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ സാക്ഷരത ഏറ്റവും മികച്ചതായി നിൽക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സൂചികകൾ ഉള്ള സംസ്ഥാനമാണ്, ഒരു നാടാണ് കേരളം. നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് എന്നുള്ളതല്ല, ഇന്ത്യയിലെ ബെസ്റ്റാണ്, ഏറ്റവും മികച്ചതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡേറ്റയാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഏറ്റവും കുറവ് കേരളത്തിലാണ്. 1000 കുഞ്ഞുങ്ങൾക്ക് 4.3 എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്ക്. മെറ്റേണൽ മോർട്ടാലിറ്റി ഏറ്റവും കുറവ്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ, അതോടൊപ്പം നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ പരിശോധിച്ചാൽ, ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ കൂടുതലായി പെൺകുട്ടികളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഒരു കാലഘട്ടത്തിൽ
ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ കോഴിക്കോട് മെഡിക്കൽ കോളേജോ ഒക്കെ എടുത്താൽ ആൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, ആൺകുട്ടികൾക്കുള്ള സൗകര്യങ്ങളായിരുന്നു ഹോസ്റ്റലുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇത് തീർത്തും വ്യത്യസ്തമായൊരു സാഹചര്യമാണുള്ളത്. കൂടുതൽ പെൺകുട്ടികൾ എൻട്രൻസ് എഴുതി പാസ്സായി കടന്നു വരുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ ഹോസ്റ്റലുകൾ പെൺകുട്ടികൾക്ക് പണിയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അപ്പാടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഈ വനിതാ പ്രാതിനിധ്യം തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോൾ അതേ രീതിയിൽ പരിവർത്തനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ കണക്കെടുത്താൽ ജനസംഖ്യയുമായിട്ട് കൂടി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ തോത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എടുത്താൽ ഏറ്റവും അധികം സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖല എടുത്താൽ അധ്യാപകരായി ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്താൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് വനിതകളാണ്. ആരോഗ്യ മേഖല എടുത്താൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് പുരുഷന്മാരെക്കാൾ എണ്ണം നോക്കിയാൽ സ്ത്രീകളാണ് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ തൊഴിലിലേക്ക് എത്തുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതിന് സാമൂഹ്യമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭാ സമിതി, ഞങ്ങളൊക്കെ അംഗങ്ങളായിട്ടുള്ള നിയമസഭാ സമിതി പഠനം നടത്തിയപ്പോൾ അതിൽ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തി. IT മേഖലയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയപ്പോൾ അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ലഭിക്കുന്ന സ്ത്രീകൾ IT കമ്പനികളിൽ ജോലിയെടുക്കുന്നു, വിവാഹിതയാകുന്നു, കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നു. പക്ഷെ പ്രസവത്തിൻ്റെ സമയമെടുക്കുമ്പോഴേക്കും പല കമ്പനികളും നിർബന്ധിതമായി ആ കുട്ടികളെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടണം എന്നുമില്ല. അപ്പോൾ അവർക്ക് സ്കില്ലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുരുഷന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിപരമായിട്ടുള്ള ജൈവികമായിട്ടുള്ള ചില കാരണങ്ങളാൽ അത്തരത്തിലുള്ള സ്കിൽ അപ്ഡേഷൻസ് ഉണ്ടാകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വിവാഹത്തിന് മുമ്പൊരു ജോലി നേടിയിട്ടുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ഇനി ജോലിക്ക് പോകേണ്ടതില്ല എന്ന് കൂടുതലായി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ സംരക്ഷണം പലപ്പോഴും ആ നിലയിൽ സ്ത്രീകളുടെ ചുമതലയായിട്ട് മാറുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരവും കുടുംബപരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാമൂഹികമായിട്ടുള്ള കാരണങ്ങളാൽ ഇപ്പോഴും സ്ത്രീകൾ തൊഴിൽ മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയുടെ വിദ്യാർത്ഥികളായിട്ടുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ അത്ര പ്രാതിനിധ്യം തൊഴിൽ മേഖലയിലില്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് സംസ്ഥാന സർക്കാരും നമ്മളെല്ലാവരും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരും ഒന്നിച്ചിടപെടുന്നത്. ഈ ഗ്യാപ്പുകൾ, ഈ വിടവുകൾ കണ്ടെത്തിയത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്കില്ലുമായി ബന്ധപ്പെട്ട് ഞാൻ IT മേഖലയുമായി സംസാരിച്ചു, IT മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു. സ്കില്ലുമായി ബന്ധപ്പെട്ട് ക്രോസ് സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് പ്രോഗ്രാമുകൾ, ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായി തുടർ വിദ്യാഭ്യാസം നൽകി അപ്ഡേറ്റഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇനി സംരംഭകത്വത്തിന് ആവശ്യമായിട്ടുള്ള ധനപിന്തുണകൾ വനിതാ വികസന കോർപ്പറേഷൻ ഈ ഒരു ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും കുറവ് പലിശ നൽകിക്കൊണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത്, കഴിഞ്ഞ വർഷം കോഴിക്കോടാണ് നടന്നത്. അങ്ങനെയുള്ള വനിതാ സംരംഭകരെ കൂട്ടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാർ ഓഫീസുകളിൽ നിന്ന് ആവശ്യമായുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഏത് നിലയിലാണ് നടത്തേണ്ടത്, അതിൻ്റെ അവബോധം, തുടർ പ്രവർത്തനങ്ങളുടെ അവബോധം, എങ്ങനെയാണ് ഒരു സംരംഭകത്വം വിജയിപ്പിക്കേണ്ടതെന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇത് ചർച്ചയാവുകയും പിന്തുണ ആവശ്യമായിട്ടുള്ളവർക്ക് അത് നൽകുകയും ചെയ്യുന്നുണ്ട്. വളരെ ഒരു ചരിത്ര നിമിഷത്തിൽ ULCCS, ഒരു ചരിത്രഘട്ടത്തിൽ ULCCS ഇങ്ങനെയൊരു വിഷയം ചർച്ചയ്ക്കെടുത്തത് തന്നെ വളരെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്.
അതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ, ആഗോളതലത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ULCCS സ്ത്രീകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നവീനമായിട്ടുള്ള കുറേ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ചരിത്ര ഘട്ടത്തിൽ ULCCS വനിതകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അത് തീർച്ചയായിട്ടും ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ വിടവുകൾ നമുക്ക് നികത്തുന്നതിനായിട്ട് സാധിക്കും. നമ്മുടെ ലക്ഷ്യം വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം അത് തൊഴിൽ മേഖലയിലേക്കും അത് അതേ നിലയിലുണ്ടാവുക, വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സർക്കാരിനൊപ്പം ഏറ്റവും വലിയ മാതൃക തീർക്കുവാൻ ULCCSന് കഴിയും. അതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ULCCS നടക്കുന്നുണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയുടെ നിർമ്മാണ വേളയിലും ഒരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഈ ഒരു നേട്ടത്തിൻ്റെ ചരിത്രപരമായ മുന്നേറ്റത്തിൽ ഒരുപാട് സ്ത്രീകളും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും ഈ ഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണുന്നു. പുതിയ കാലത്തിലേക്ക് കടക്കുമ്പോൾ ULCCSന് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പുതിയ കേരളം, നവകേരളം അത് സ്ത്രീപക്ഷ കേരളമാണ്. അതിൽ നമ്മളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ സ്ത്രീകളുടെ തൊഴിലവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന പുതിയ കേരളമാണ് നമ്മുടെ ലക്ഷ്യം. തൊഴിൽപരമായ അവകാശങ്ങളും എന്ന് പറയുമ്പോൾ തൊഴിലിടങ്ങളിലെ അവകാശങ്ങൾ മാത്രമല്ല, തൊഴിൽ പ്രാപ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീയുടെ അവകാശങ്ങൾ കൂടി സാക്ഷാത്കരിക്കപ്പെടുന്ന, അതെല്ലാ സ്ത്രീകളുടെയും ആ നിലയിലുള്ള അവകാശങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ULCCS എടുക്കുന്ന ഈ ചുവടുവെപ്പിന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.